എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ സ്പോട്ട് അഡ്മിഷൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. admission.kannur.ac.in/UGADM 2024/index.php എന്നുള്ള വെബ്സൈറ്റ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ്. ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ UG ഗവൺമെൻറ് ഓർ എയ്ഡഡ് സ്പോട്ട് റാങ്ക് ലിസ്റ്റ് 2024 എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് പ്രോഗ്രാംസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ BA ഇംഗ്ലീഷ് ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഓപ്ഷനായിട്ട് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആ ഒരു ഓരോ കോഴ്സുകൾ വീതം ഇതേ രീതിയിൽ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ പയ്യന്നൂരിലെ ഒരു കോളേജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അതായത് കണ്ണൂർ ജില്ലയിലൊരു പെരിങ്ങോമിലെ ആ ഒരു കോളേജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. പെരിങ്ങോമല്ല, ഈ ഒരു പയ്യന്നൂരിലൊരു കോളേജാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ടോട്ടൽ കൗണ്ടർ, അതുപോലെ തന്നെ അതായത് എത്ര വിദ്യാർത്ഥികളാണ് ആ ഒരു കോളേജിലേക്ക് ഈ ഒരു രീതിയിൽ സ്പോട്ട് അഡ്മിഷനുള്ള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ റാങ്ക് എത്രയാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് റാങ്ക് നമ്പർ 1, 2, 3 ഈ രീതിയിൽ സെലക്ട് ചെയ്ത് അതായത് നൽകിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ ഏത് കോഴ്സിലേക്കായിരുന്നു അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതേ രീതിയിൽ തന്നെ കോളേജ് സെലക്ട് ചെയ്ത ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് എത്ര വിദ്യാർത്ഥികളായിരുന്നു ആ ഒരു കോളേജിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് താഴെ നോക്കുന്ന സമയത്ത് കാണാൻ സാധിക്കും. 243 വിദ്യാർത്ഥികളാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ഓരോ വിദ്യാർത്ഥികളുടെയും റാങ്ക് ലിസ്റ്റ്, അതായത് റാങ്ക് ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഇനി വിദ്യാർത്ഥികൾ എങ്ങനെ അഡ്മിഷൻ എടുക്കണം എന്നുള്ളത് പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യം നോക്കാം, എങ്ങനെ അഡ്മിഷൻ എടുക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് വ്യൂ വേക്കൻറ്റ് സീറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്കിവിടെ നിങ്ങൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന കോഴ്സ് ഏതായിരുന്നു ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ വേക്കൻസീസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓരോ കോളേജിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ തന്നെ എത്ര വേക്കൻസി ഉണ്ട്, അതുപോലെ ജനറൽ കോട്ടയിൽ അതുപോലെ തന്നെ മറ്റു കോട്ടയിൽ എത്ര വേക്കൻസി ഉണ്ട് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുകയും അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതെങ്കിലും വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കി നിങ്ങൾ ഈ ഒരു കോളേജിൽ കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ കോളേജ് വിദ്യാർത്ഥികളെ കോൺടാക്റ്റ് ചെയ്യും എന്നാണ് നിലവിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ അതായത് ഈ ഒരു ഭാഗത്തായിട്ട് പ്രസ് റിലീസിൽ ഈ ഒരു സ്പോട്ട് അഡ്മിഷൻ്റെ ആ ഒരു പ്രസ് റിലീസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്നും കോൺടാക്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് സ്പോട്ട് അഡ്മിഷൻ്റെ പ്രസ് റിലീസായിരുന്നു. അപ്പോൾ നിങ്ങൾ കോളേജിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോളേജിൽ വിളിച്ച് ചോദിക്കുക. അതായത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് ഈ ഒരു ഗവൺമെൻറ് ഓർ എയ്ഡഡ് കോളേജുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ നടക്കുന്നത് ജൂലൈ 23 സ്പോട്ട് അഡ്മിഷനിൽ പ്രവേശനത്തിന് അർഹരായവരെ കോളേജ് അധികാരികൾ അപേക്ഷയിൽ നൽകിയിരിക്കുന്ന ഫോൺ നമ്പർ മുഖേന ബന്ധപ്പെടുന്നതായിരിക്കും. ഇതിനകം പ്രവേശനം ലഭിച്ച അപേക്ഷകർ സ്പോട്ട് അഡ്മിഷൻ ലഭിച്ച കോളേജുകളിൽ പ്രവേശനത്തിന് ഹാജരായി പ്രവേശനം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ മുൻപ് പ്രവേശനം ലഭിച്ച കോളേജിൽ നിന്നും TC വാങ്ങേണ്ടതുള്ളൂ എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 23-ാം തീയതിയോടെ വിദ്യാർത്ഥികളെ സ്പോട്ട് അഡ്മിഷനിൽ പ്രവേശനത്തിന് നൽകിയിട്ടുള്ള, അതായത് ഈ ഒരു കോളേജിൽ നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന അപേക്ഷയിൽ നൽകിയിട്ടുണ്ടായിരുന്ന ആ ഒരു ഫോൺ നമ്പർ മുഖേന നിങ്ങളെ വിളിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിനകം പ്രവേശനം ലഭിച്ച അപേക്ഷകർ സ്പോട്ട് അഡ്മിഷൻ ലഭിച്ച കോളേജുകളിൽ പ്രവേശനത്തിനായിട്ട് ഹാജരായി പ്രവേശനം ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വിദ്യാർത്ഥികൾ മുൻപ് പ്രവേശനം ലഭിച്ച ആ ഒരു കോളേജിൽ നിന്നും TC വാങ്ങേണ്ടതുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കോളേജിൽ നിന്ന് വിളിച്ചിട്ടില്ല എങ്കിൽ കൂടി നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോളേജിൽ കോൺടാക്റ്റ് ചെയ്ത് നോക്കുക. അഥവാ അവിടെ സീറ്റ് വേക്കൻസി വരികയാണെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.